ഒരു ബിരിയാണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നിങ്ങൾ ബിരിയാണി അതിന്റെ പൾസ് അറിഞ്ഞ് കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ പറയും അതിന്റെ മണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന്. എവിടെ നിന്നാണ് ഈ മണം വരുന്നത്? ഓഫ് കോഴ്സ് അതിന്റെ മസാലയിൽ നിന്നായിരിക്കും. പട്ട, ഗ്രാമ്പു, ജീരകം എന്നിങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് പൊടിച്ചിട്ടാണ് ഈ മസാല ഉണ്ടാക്കുന്നത്. സോ നിങ്ങൾ ഒരു ദിവസം ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മേടിക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോകുന്നു. അവിടെ വെച്ച് നിങ്ങൾ ആലോചിക്കുന്നു, ഇത്രയും ഇൻഗ്രീഡിയൻസ് മേടിച്ച് വീട്ടിൽ പോയി അത് സോർട്ട് ചെയ്ത് പൊടിച്ചിട്ട് വേണം മസാല ഉണ്ടാക്കാനായിട്ട്. ഇതിന് പകരം എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വഴിയുണ്ടോ എന്ന്. അപ്പോഴാണ് നിങ്ങളുടെ കണ്ണുകൾ ബിരിയാണി മസാല പാക്കിൽ എത്തുന്നത്. നിങ്ങൾ ആ ബിരിയാണി മസാല പാക്കറ്റ് മേടിക്കുന്നു, വീട്ടിൽ പോകുന്നു, ഈസി ആയിട്ട് ബിരിയാണി കുക്ക് ചെയ്യുന്നു. എന്നാൽ ഇതേപോലെയുള്ള ബിരിയാണി മസാല പാക്കറ്റുകൾ നമ്മുടെ കോഡിങ്ങിലുണ്ടോ? നമ്മുടെ ചാനലിലെ പൈതൺ ലെക്ചർ സീരീസിലെ 10th വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ലെക്ചർ സീരീസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ പിന്നെ പൈതൺ പഠിക്കാനായി നിങ്ങൾ മറ്റൊരു വീഡിയോസും കാണേണ്ടതില്ല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പൈതണിലെ മൊഡ്യൂൾസ് ആൻഡ് പാക്കേജിനെ കുറിച്ചാണ്. നമ്മുടെ ബിരിയാണി മസാല പാക്കറ്റ് ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്രോസസ്സ് സിമ്പിളാക്കി തന്ന പോലെ മൊഡ്യൂൾസും പാക്കേജും നമ്മുടെ കോഡിംഗ് പ്രോസസ്സിനെ സിമ്പിളാക്കി തരും. അതായത് നമ്മൾ തന്നെ എല്ലാ ലൈൻ കോഡും ടൈപ്പ് ചെയ്യുന്നതിന് പകരം മറ്റുള്ളവർ ടൈപ്പ് ചെയ്ത് വെച്ച കോഡ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ കോഡിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മുടെ കോഡിംഗ് പ്രോസസ്സിനെ സിമ്പിൾ ആക്കാൻ വേണ്ടിയാണ് ഈ മൊഡ്യൂൾസും പാക്കേജും നമ്മൾ സഹായിക്കുന്നത്. സോ വിത്തൗട്ട് ഫർദർ ഡിലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇറ്റ്സ് മീ അഡോൺ മാത്യു, വെൽക്കം. നമുക്കിനി വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്ത് മൊഡ്യൂൾസിനെ കുറിച്ചും പാക്കേജിനെ കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാം. ഞാൻ അവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. 10 മൊഡ്യൂൾസ് ആൻഡ് പാക്കേജ് എന്ന് കൊടുക്കാം. എന്തുകൊണ്ട് ഫോൾഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യം ഈ മൊഡ്യൂൾസും പാക്കേജും പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ഫയൽസിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിൽ മൾട്ടിപ്പിൾ ഫയൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇനി ഞാൻ ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി ഞാൻ ഫയൽ, ഓപ്പൺ ഫോൾഡർ, എൻ്റെ ഇരിക്കുന്ന ഈ ലൊക്കേഷനിലാണ്. അതാ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഫോൾഡർ ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പം എൻ്റെ ഫോൾഡർ ലൊക്കേഷനിലെത്തി. ഞാൻ ഇനി ഇവിടെ ഒരു .py എന്നൊരു ഫയൽ ഉണ്ടാക്കുകയാണ്. ഞാൻ ജസ്റ്റ് അരിത്മെറ്റിക് അണ്ടർസ്കോർ ഓപ്പറേഷൻസ് അണ്ടർസ്കോർ മൊഡ്യൂൾ എന്ന് കൊടുക്കാം .py. ഇപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് അരിത്മെറ്റിക് അണ്ടർസ്കോർ ഓപ്പറേഷൻസ് അണ്ടർസ്കോർ മൊഡ്യൂൾ .py എന്ന ഫയൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പം ഈ .py എന്ന് പറഞ്ഞ ഫയൽ നമ്മൾ ആക്ച്വലി ഈ ലെക്ചർ സീരീസിൽ ഫുൾ .ipynb എന്ന് പറഞ്ഞ ഫയലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ടൂൾ എന്ന് പറഞ്ഞ പ്രൊജക്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റിലൊക്കെ യൂസ് ചെയ്ത് .py എന്ന് പറഞ്ഞ ഫയലാണ്. .py എന്ന ഫയൽ ഫോമാറ്റ് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. .py എന്ന് പറയുന്നത് പൈതണിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫയൽ ഫോമാറ്റ് ആണ്. അതായത് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ പ്രൊഫഷണൽ രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ .py എന്ന ഫയലായിരിക്കും. അപ്പം ഈ .py എന്ന് പറഞ്ഞ ഫയലായിരിക്കും നമ്മൾ പൈതൺ കോഡ് മൊത്തം സ്റ്റോർ ചെയ്യേണ്ടി പോകുന്നത്. ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു മൊഡ്യൂൾസ് ആൻഡ് പാക്കേജസ്. അതിലെ മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ആക്ച്വലി എല്ലാ .py ഫയൽസിനെയും നമുക്ക് മൊഡ്യൂൾസ് എന്ന് പറയാൻ പറ്റും. സോ ഇതും ഒരു മൊഡ്യൂളാണ്. കാരണം എന്താ, ഇത് .py ആണ്. നമുക്ക് ഈ .py ഫയലിനുള്ളിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും അത് മൊഡ്യൂളാണ്. ഇതിനുള്ളിൽ ഞാൻ ജസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ആണ് കൊടുക്കുന്നത്. അതായത് a=3 എന്ന്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ a=3 ഇത്രേ കൊടുക്കുന്നുള്ളൂ എങ്കിലും ഇതൊരു മൊഡ്യൂളാണ്. നേരെ മറിച്ച് ഇവിടെ ഒരു ഫംഗ്ഷൻ ആണ് കൊടുക്കുന്നുണ്ടെങ്കിലും അത് മൊഡ്യൂളാണ്. ഇതിലൊന്നും ഇല്ലെങ്കിലും അതൊരു മൊഡ്യൂളാണ്. സോ നമ്മൾ ഈ ഒരു എക്സസൈസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ഫംഗ്ഷൻ കൊടുക്കാൻ വേണ്ടി പോകണം ഈ മൊഡ്യൂളിൻ്റെ അകത്ത്. ഈ മൊഡ്യൂളിന്റെ മെയിൻ യൂസ് എന്താണെന്ന് വെച്ചാൽ ഈ മൊഡ്യൂളിലുള്ള കോഡായിരിക്കും നമ്മൾ വേറൊരു കോഡിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. ഞാൻ ആദ്യം ഒന്ന് ക്ലോസ് ചെയ്യാം. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഡെഫ് ആഡ് ഓഫ് a, b അതായത് അഡീഷന്റെ ഒരു ഫംഗ്ഷനാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇവിടെ പ്രിന്റ് ഓഫ് അഡീഷൻ ഓഫ് 2 നമ്പേഴ്സ് എന്ന് കൊടുക്കാം. അഡീഷൻ ഓഫ് നമ്പേഴ്സ് എന്ന് കൊടുക്കാം. അതിനുശേഷം റിട്ടേൺ a+b. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒരു ബ്ലാങ്ക് ലൈൻ വിടുകയാണ്. ഇവിടെ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു മൊഡ്യൂളാണ്. .py ഫയൽ എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. സോ ഇതൊരു മൊഡ്യൂളാണ്. ആ മൊഡ്യൂളിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ടൈപ്പ് ചെയ്തു. ഇനി അതുപോലെ തന്നെ ഏതൊരു .py ഫയലും നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം, ഇതിലെ കോഡ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ ഈ ഒരു പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴ്ത്തത് കണ്ടോ, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇവിടെ ഹോവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആരോ മാർക്ക് കാണാം. ഈ ആരോ മാർക്ക് പ്രസ് ചെയ്യുന്നുണ്ട് മുകളിലോട്ട് വലിക്കുക. അപ്പൊ നമുക്കിവിടെ ടെർമിനൽ കാണാൻ പറ്റും. ഈ ടെർമിനലിൽ പോയിട്ട് പൈതൺ എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം ഈ ഫയൽ നെയിം ടൈപ്പ് ചെയ്യുക. അതായത് അരിത്മെറ്റിക്
അണ്ടർസ്കോർ ഓപ്പറേഷൻസ് അണ്ടർസ്കോർ മൊഡ്യൂൾ ഡോട്ട് പി വൈ ആ ഫയലിനെ ടൈപ്പ് ചെയ്യുക. അതായത് പൈതണും ആ മൊഡ്യൂളിന്റെ പേരും ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡോട്ട് പി ഫയലിന്റെ പേരും ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഡ് മൊത്തത്തിൽ എക്സിക്യൂട്ട് ആവും. ഇപ്പൊ നമുക്കൊന്നും കാണുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോഡ് എക്സിക്യൂട്ട് കഴിഞ്ഞില്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കണ്ടോ ഈ ഒരു സംഭവം കണ്ടില്ലേ, ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ ലൊക്കേഷനാണ്. സി എന്ന് പറഞ്ഞ സി ഡ്രൈവിലെ ഡെബ് എന്ന് പറഞ്ഞ ഫോൾഡറിലെ പൈതൺ അണ്ടർസ്കോർ ട്യൂട്ടോറിയൽ, ആ ഫോൾഡറിന്റെ ഉള്ളിൽ 10 മൊഡ്യൂൾസ് ആൻഡ് പാക്കേജ് ആണ് ഈ ഫോൾഡർ. ആ ലൊക്കേഷനാണ് കാണിക്കുന്നത്. ഈ ഫയൽ ഇരിക്കുന്നത് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ലൊക്കേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ലൊക്കേഷൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത കോഡ് കംപ്ലീറ്റ് ആയെന്നാണ് അർത്ഥം. ഇനി ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അതായത് ഞാൻ ജസ്റ്റ് ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ ആഡ് ഓഫ് 2,3 എന്ന് കൊടുക്കുകയാണ്. ഇത്ര കൊടുക്കുന്നുള്ളൂ. ഞാൻ വീണ്ടും ബ്ലാങ്ക് ലൈൻ വിടുകയാണ്. ഇപ്പോൾ പൈതന്റെ ഒരു സ്റ്റാൻഡേർഡ് രീതി എന്താണെന്ന് വെച്ചാൽ എല്ലാ ഡോട്ട് പി ഫയൽസിനും അവസാനം ജസ്റ്റ് ഒരു ബ്ലാങ്ക് ലൈൻ കൊടുക്കുന്നതാണ് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് രീതി എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ഒരു ബ്ലാങ്ക് ലൈൻ അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. വീണ്ടും ഞാൻ ഇവിടെ വന്നിട്ട് ഈ സെയിം കോഡ് പൈതൺ ഫയൽ ലൈൻ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എളുപ്പവഴിയുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ തൊട്ട് മേളത്ത് ഈ ഒരു ഇതാണ് ഇവിടെ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കീബോർഡിൽ അപ്പർ ആരോ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് മേളിൽ എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്ത് അത് ഇവിടെ വരും. ഞാൻ ജസ്റ്റ് അപ്പർ ആരോ പ്രസ് ചെയ്യാണ്. അതിനുശേഷം ഞാൻ എന്റെ പ്രസ് ചെയ്യാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം അഡീഷൻ ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈതൺ അരിത്തമെറ്റിക് അണ്ടർസ്കോർ ഓപ്പറേഷൻസ് അണ്ടർസ്കോർ മൊഡ്യൂൾ ഡോട്ട് പി വൈ എന്ന് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഫയൽ ഉണ്ടോ നോക്കും. ഓക്കെ, ആ ഫയൽ ഇവിടെ ഉണ്ട്. ആദ്യം ഈ ഒരു ഫയൽ ഉണ്ടോ നോക്കും. ഓക്കെ, ആ ഫയൽ ഇവിടെ ഉണ്ട്. അതിനുശേഷം ഫയൽ ഓപ്പൺ ആക്കും. ആ ഫയലിലെ ആദ്യം തൊട്ട് അവസാനം ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ആക്കും. ഓക്കെ, അപ്പൊ ആദ്യത്തെ 3 ലൈൻ ഓഫ് കോഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ആണ്. അതിനുശേഷം നമ്മൾ കൊടുത്തെന്താ ആഡ് ഓഫ് 2,3 ഈ ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ സംഭവിക്കും എ എന്ന് പറയുന്നത് 2 ആയി, ബി എന്ന് പറയുന്നത് 3 ആയി. അപ്പോൾ ആഡ് ഓഫ് 2,3 ഈ പ്രിന്റ് അഡീഷൻ ഓഫ് നമ്പേഴ്സ് എന്ന് ഇത് പ്രിന്റ് ആയിട്ട് വന്നു. അതാണ് നമുക്ക് ഇവിടെ പ്രിന്റ് ആയിട്ട് കിട്ടിയത്. അതിനുശേഷം റിട്ടേൺ ഓഫ് എ പ്ലസ് ബി, അതായത് 2+3 5 എന്ന് പറയുന്നത് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടി. പ്രിന്റ് ആയിട്ടല്ല കിട്ടുന്നത്, റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി ഇത് എനിക്ക് എക്സിക്യൂട്ട് ആയി കാണിക്കുന്നു. പക്ഷെ നമുക്ക് ഇവിടെ പ്രിന്റ് ആയി കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്കത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, പ്രിന്റ് ചെയ്യണം. സോ ഞാൻ ഇവിടെ ജസ്റ്റ് ആഡ് ഓഫ് 2,3 എന്ന് കൊടുത്തതിന് പകരം പ്രിന്റ് എന്ന് കൊടുക്കുകയാണ്. പ്രിന്റ് ഓഫ് ആഡ് ഓഫ് 2,3. ഇനി ഞാനിത് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ജസ്റ്റ് അപ്രാര പ്രസ് ചെയ്യാണ്. ഇത് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാം അഡീഷൻ ഓഫ് നമ്പേഴ്സ് കാണുന്നുണ്ട്, 5 കാണുന്നുണ്ട്. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പൊ കാണിക്കുകയാണ്. നമ്മൾ പൈതൺ സ്പേസ് ഒരു ഡോട്ട് പി വൈ ഫയലിന്റെ പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫയൽ ഉണ്ടോ എന്ന് നോക്കും. ഓക്കെ, ആ ഫയൽ ഇവിടെ ഉണ്ട്. ആ ഫയൽ ഓപ്പൺ ആക്കി അതിനുശേഷം അതിന്റെ ആദ്യത്തെ കോഡ് തൊട്ട് അവസാനത്തെ കോഡ് എക്സിക്യൂട്ട് ആവും. അപ്പൊ ആദ്യത്തെ 3 ലൈൻ ഓഫ് കോഡ് ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞു. അതിനുശേഷം സംഭവിക്കുക എന്താ, ആഡ് ഓഫ് 2,3. അപ്പൊ എന്ത് സംഭവിക്കുന്നു, ഈ ഒരു ഫംഗ്ഷനുള്ളിൽ വരുന്നു അഡീഷൻ ഓഫ് നമ്പേഴ്സ്. ഇത് എക്സിക്യൂട്ട് ആവുന്നു. നമുക്ക് അഡീഷൻ നമ്പേഴ്സ് കാണാം. അതിനുശേഷം റിട്ടേൺ എ പ്ലസ് ബി, അതായത് 2,3 റിട്ടേൺ ചെയ്യുന്ന സമയത്ത് എന്ത് വരും, 2+3 5 റിട്ടേൺ ആയിട്ട് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന, അത് പ്രിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ കിട്ടിയ 5 നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. സോ പ്രിന്റ് ഓഫ് 5 എന്ന് പറയുന്നത് എന്താണ്, 5. അപ്പൊ നമുക്ക് 5 കിട്ടി. സോ ഈ കോഡ് മൊത്തത്തിൽ എക്സിക്യൂട്ട് ആയതിനു ശേഷം വീണ്ടും നമ്മൾ ഇപ്പൊ ഇരിക്കുന്ന ലൊക്കേഷൻ, ആ ലൊക്കേഷനിലോട്ട് വീണ്ടും തിരിച്ചെത്തി. ഇതിനർത്ഥം ആ കോഡ് മൊത്തത്തിൽ എക്സിക്യൂട്ട് ആയി. ആ കോഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. ആ കോഡ് റിസൾട്ട് എന്ന് പറയുന്നത് കോഡ് എക്സിക്യൂട്ട് ആയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. സോ ഇങ്ങനെയാണ് നമ്മൾ എല്ലാ ഡോട്ട് പി ഫയൽസും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും മൊഡ്യൂൾ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള കോഡ് ഇവിടെ കൊടുക്കാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ഒന്നെങ്കിൽ ഫംഗ്ഷൻസ് മാത്രമേ കൊടുക്കുക, ഇല്ലെങ്കിൽ കോൺസ്റ്റൻസ് മാത്രമേ കൊടുക്കുക. ബാക്കി ഇത് ഇപ്പൊ നമ്മൾ ചെയ്തെന്താ, ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആണ് ചെയ്തത്, അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കാൻ പാടില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഡിലീറ്റ് അടിച്ച് കളയാൻ വേണ്ടി പോവാണ്. സോ ഇപ്പം ഈ ഒരു ഫയലിനകത്ത് എന്താ ഉള്ളത്, ജസ്റ്റ് ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. ആ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ. സോ ഇതൊരു മൊഡ്യൂളാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മൊഡ്യൂൾ ഇതിലെ ഈ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടോ, ഈ ഒരു മൊഡ്യൂളിനകത്ത് ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ ഞാൻ മറ്റൊരു ഫയലിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ കാണിച്ചിട്ട് അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാൻ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന്റെ പേര് നമുക്ക് IPYNB ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യാം. 10 modules and packages .py എന്ന് പറഞ്ഞ ഫയൽ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഞാൻ IPYNB ആക്കാം, റീനെയിം. നമുക്ക് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ആക്കാം, IPYNB. ഓക്കെ, ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ആക്കി. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് താഴത്തോട്ടാക്കാണ്. ഓക്കെ, ഞാനിവിടെ കോഡ് കൊടുക്കുകയാണ്. അപ്പൊ അതിനുശേഷം ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ മൊഡ്യൂളിൻ്റെ ഉള്ളത്തെ കോഡ് മൊത്തം ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ചെയ്യേണ്ടത്രേ ഉള്ളൂ. ഇമ്പോർട്ട് എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം ആ മൊഡ്യൂളിന്റെ പേര് ടൈപ്പ് ചെയ്യാം. അതായത് അരിത്തമെറ്റിക് അണ്ടർസ്കോർ ഓപ്പറേഷൻസ് അണ്ടർസ്കോർ മൊഡ്യൂൾ. അപ്പം ഒരു മൊഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ഇമ്പോർട്ട് എന്ന കീവേഡ് ടൈപ്പ് ചെയ്യുക. കാണിച്ചു തരാം. ഇമ്പോർട്ട് ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ഇമ്പോർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം മൊഡ്യൂളിന്റെ പേര് എന്താ, അരിത്തമെറ്റിക് അണ്ടർസ്കോർ ഓപ്പറേഷൻസ് അണ്ടർസ്കോർ മൊഡ്യൂൾ.
പക്ഷേ ഡോട്ട് പി വൈ എന്ന് കൊടുക്കാൻ പാടുമോ? ഇല്ല, ഡോട്ട് പി വൈ എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ മൊഡ്യൂളിന്റെ പേര് മാത്രം കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി 2 കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ അത് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ 2 ഫയലിൽ ഇപ്പോൾ ഉള്ളൂ. ഇത് ഞാൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് നോക്കിക്കോ, ഈ ഫയലിന്റെ എണ്ണം മാറും. ഇപ്പൊ നിങ്ങൾ കാണാം ഒരു പുതിയൊരു ഫോൾഡർ തന്നെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? പുതിയൊരു ഫോൾഡർ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഈ ഫോൾഡർ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. ഈ ഫോൾഡറിന്റെ അകത്ത് എനിക്കുള്ളത് എന്താ, ഇങ്ങനെ ഒരു ഫയലുണ്ട്. എന്ത് ഫയല്? arithmetic_operations_module.cpython-313.pyc. അപ്പൊ ഈ ഒരു പേര് നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടിട്ടുണ്ടാവും, കണ്ടോ? അതും ഇതും സെയിം ആണ്, മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഈ ഒരു കാര്യം ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമ്പോർട്ട് ചെയ്യുന്നു arithmetic_operations_module എന്ന് പറഞ്ഞ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ സംഭവിച്ചത് 2 കാര്യമാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ആദ്യം ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ്. അതായത് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചതാണ്. ഇമ്പോർട്ട് arithmetic_operations_module എന്ന് കൊടുക്കുന്ന സമയത്ത് ആദ്യം ഇങ്ങനെ ഫയൽ ഉണ്ടോ എന്ന് നോക്കും. ഓക്കെ, അങ്ങനെ ഒരു ഫയൽ ഇവിടെ ഉണ്ട്, കണ്ടില്ലേ? അതിനുശേഷം ഈ ഫയൽ ഓപ്പൺ ആക്കും. സോ ഈ ഫയൽ നമ്മൾ ഓപ്പൺ ആക്കുന്നു. അതിനുശേഷം ഈ ഫയലിലുള്ള എല്ലാ കോഡും എക്സിക്യൂട്ട് ആവും. അതാണ് സംഭവിക്കുന്നത്. സോ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ആ കോഡ് മൊത്തം എക്സിക്യൂട്ട് ആയി. അത് എക്സിക്യൂട്ട് ആയതിനു ശേഷം ഈ PyCache എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ആവും. ഈ സെയിം ഫയൽ നെയിമിൽ ഒരു പൈതൺ കമ്പൈൽഡ് ഫയൽ ഉണ്ടാവും. ഞാൻ ഇവിടെ ജസ്റ്റ് ഫോൾഡർ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഫോൾഡർ എന്ന് പറയുന്നത്. ഇത് എക്സിക്യൂട്ട് കണ്ടോ, __PyCache__എന്ന ഫോൾഡർ ക്രിയേറ്റ് ആയി. അതിൻ്റെ അകത്ത് നമുക്ക് സെയിം പേരുള്ള ഫയൽ കാണാം. ഇതെന്താ, കമ്പൈൽഡ് പൈതൺ ഫയലാണ്. അപ്പം ആ നമ്മുടെ മൊഡ്യൂളിന്റെ പേര് എന്തായിരുന്നു? arithmetic_operations_module. ഓക്കെ, അത് .cpython-313. അതായത് എന്റെ പൈതന്റെ വേർഷൻ 3.13 ആണ്. സോ പൈതന്റെ വേർഷൻ കൂടെ ഉള്ള ആ ഫയൽ നെയിം വന്നു. ഇതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ആ കോഡ് മൊത്തത്തിൽ എക്സിക്യൂട്ട് ആവും. ഈ കോഡ് മൊത്തത്തിൽ എക്സിക്യൂട്ട് ആയതിനു ശേഷം PyCache എന്ന ഫോൾഡർ ഉണ്ടായിട്ട് ഈ സെയിം പൈതന്റെ കമ്പൈൽഡ് പൈതൺ കോഡ് ഉണ്ടായി. ഓക്കെ, അതിന് സെക്കൻഡ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു മെമ്മറി ഉണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ ഒരു പൈതൺ ഫയലിന് മെമ്മറി ഉണ്ട്. ആ മെമ്മറിയിൽ അത് മൊത്തം സ്റ്റോർ ആയി. അതായത് ഈ arithmetic_operations_module കോഡ് മൊത്തത്തിൽ സേവ് ആയി. അതെന്ന് പറഞ്ഞാൽ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അതിന്റെ മെമ്മറിയിൽ ഇപ്പോൾ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ ഒരു മൊഡ്യൂളിന്റെ പേര് ടൈപ്പ് ചെയ്യുക. .add of നമുക്കത് 2 ഇൻപുട്ട് കൊടുക്കണം, 2,3. ഇത് ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കാണാം അഡീഷൻ ഓഫ് നമ്പേഴ്സ് 5. നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വന്നു, ആ റിട്ടേൺ ചെയ്ത 5 എന്ന് പറഞ്ഞത് വന്നു. അപ്പം ഇത്രയുള്ള കാര്യം. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഞാൻ ഇത് .add എന്ന് കൊടുത്തത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന എന്താണ്, ഈ ഒരു മൊഡ്യൂളാണ് ഇമ്പോർട്ട് ചെയ്തത്. അപ്പൊ ആ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഫയലിലെ കാര്യം മൊത്തം നമുക്ക് ഇമ്പോർട്ട് ചെയ്തു. ഇനി അതിന്റെ ഉള്ളിലെ ഒരു ഫംഗ്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഫയൽ .a ഫംഗ്ഷൻ കൊടുക്കണം. അതുകൊണ്ടാണ് ഇവിടെ ആ ഫയൽ arithmetic_operations_module.add ആ ഫംഗ്ഷന്റെ പേര് കൊടുത്തത്. നേരെ മറിച്ച് ഇങ്ങനെയല്ല, നമുക്ക് വേറെ രീതിയിലും കൂടെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ഇവിടെ ഫ്രം arithmetic_operations_module import add എന്ന് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ arithmetic_operations_module എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ നിന്നും add എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ഫംഗ്ഷൻ ആണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഞാനിവിടെ add of 2,3 അതിനു മുമ്പ് ഞാൻ ഇവിടെ ഇത് കൊടുക്കാണ്ട് out of 2,3 കൊടുത്ത് എന്താ സംഭവിക്കുന്നത് കാണിച്ചു തരാം. ഞാൻ കൊടുക്കുന്നില്ല, ജസ്റ്റ് ഇത്ര നമ്മൾ ഇവിടെ വരെ ചെയ്തതാണ്. arithmetic_operations_module എന്ന മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം ആ മൊഡ്യൂൾ .add of 2,3 കാണിച്ചു. ഇനി വെറുതെ out of 2,3 കാണിച്ച് എന്താ സംഭവിക്കുന്നത് കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം നെയിം add is not defined. add എന്ന് പറഞ്ഞ നെയിം ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫയൽ മൊഡ്യൂളാണ് ഇമ്പോർട്ട് ആവുന്നത്. പക്ഷെ അതിനുള്ള ഫംഗ്ഷൻ ആ ഫംഗ്ഷൻ ഇമ്പോർട്ട് ആവുന്നില്ല. അപ്പൊ ആ ഫംഗ്ഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഫയലിനെ ആ ഫംഗ്ഷൻ കൊടുത്താൽ മാത്രമേ ആ ഫംഗ്ഷൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ ജസ്റ്റ് വെറുതെ out of 2,3 കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഫംഗ്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. നേരെ വെച്ചാൽ ഫംഗ്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഫംഗ്ഷൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഫ്രം arithmetic_operations_module import add. ഇപ്പൊ നമ്മൾ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ arithmetic_operations_module എന്ന് പറഞ്ഞ ഫയലിൽ നിന്നും add എന്ന ഫംഗ്ഷൻ ഇമ്പോർട്ട് ചെയ്തു. അതായത് ഇപ്പൊ ഈ ഫയലിൽ add എന്ന ഫംഗ്ഷൻ ഇപ്പൊ ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ add of 2,3 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, എനിക്ക് അഡീഷൻ ഓഫ് നമ്പേഴ്സ് ആൻഡ് 5 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടി. രണ്ട് തമ്മിലുള്ള വ്യത്യാസം ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യത്തെ കേസിൽ അപ്പം ഇതാണ് ആദ്യത്തെ കേസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് കൊടുത്തു, ഇതാണ് സെക്കൻഡ് കേസ്. ഓക്കെ, ആദ്യത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കേസിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു arithmetic_operations_module എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫയൽ മാത്രമേ ഇമ്പോർട്ട് ചെയ്തുള്ളൂ.
അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുള്ള ആഡ് എന്ന ഫംഗ്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അരിത്മെറ്റിക് ഓപ്പറേഷൻ മൊഡ്യൂൾ ഡോട്ട് ആഡ് എന്ന് കൊടുക്കണം. ഇന്ന് മാത്രമേ ഫയൽ ഡോട്ട് ആഡ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ കിട്ടി. വെറുതെ ആഡ് എന്ന് കൊടുത്താൽ ആ ഫംഗ്ഷൻ കിട്ടത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇമ്പോർട്ട് ചെയ്തില്ല. നേരെ വെച്ച് ഇവിടെ നമ്മൾ ഫ്രം അരിത്മെറ്റിക് ഓപ്പറേഷൻസ് മൊഡ്യൂൾ ആ മൊഡ്യൂളിൽ നിന്നും ഇമ്പോർട്ട് ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്തു. ഇപ്പൊ ഈ ഫയലിൽ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആഡ് ഓഫ് 2,3 കൊടുത്തപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടിയത്. ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് കമന്റ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് മറ്റൊരു കോഡ് ടൈപ്പ് ചെയ്യാം. വേറൊരു ഫംഗ്ഷൻ കൊടുത്തു നോക്കാം. ഞാൻ സബ്ട്രാക്ഷൻ കൊടുക്കാൻ വേണ്ടി പോവാണ്. ഡിഫൈൻ സബ്ട്രാക്ട് ഓഫ് a, b ഈസ് ടു പ്രിന്റ് ഓഫ് സബ്ട്രാക്ഷൻ ഓഫ് നമ്പേഴ്സ് എന്ന് കൊടുക്കാം. അതിനുശേഷം റിട്ടേൺ a - b. ഓക്കെ, ഞാനിപ്പോൾ ഈ മൊഡ്യൂളിൽ ഒരു എക്സ്ട്രാ ഫംഗ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്, മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ആ ഒരു ഫംഗ്ഷൻ മാത്രം ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ മൊഡ്യൂളിനെ ഫ്രം ആ മൊഡ്യൂൾ ഇമ്പോർട്ട് സബ്ട്രാക്ട് ഫ്രം മൊഡ്യൂളിന് വരുന്നതാണ് അരിത്മെറ്റിക് അണ്ടർസ്കോർ ഓപ്പറേഷൻ മൊഡ്യൂൾ ഇമ്പോർട്ട് സബ്ട്രാക്ട്. അതിനുശേഷം ഞാൻ സബ്ട്രാക്ട് ഓഫ് 3,2 എന്ന് കൊടുക്കുകയാണ്. ഇതിന് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ ഒരു ഇമ്പോർട്ടർ വന്നിട്ടുണ്ട്. കനോട്ട് ഇമ്പോർട്ട് നെയിം സബ്ട്രാക്ട് ഫ്രം അരിത്മെറ്റിക് ഓപ്പറേഷൻ മൊഡ്യൂൾ. അത് ആ മൊഡ്യൂളിൽ നിന്നും സബ്ട്രാക്ട് ഒക്കെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും സബ്ട്രാക്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ ഉണ്ട് താനും. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം ഇവിടെ ഇമ്പോർട്ട് ചെയ്തിരുന്നു. കണ്ടോ, ആ ഒരു അരിത്മെറ്റിക് ഓപ്പറേഷൻ നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്ത സമയത്ത് ഞാൻ രണ്ട് കാര്യം സംഭവിച്ചു. ഒന്ന്, പൈക്യാഷ് ഫോൾഡറിൽ ഒരു കമ്പൈൽഡ് ഫയൽ ഉണ്ടായി. രണ്ടാമതിന്റെ മെമ്മറിയിലും അത് സ്റ്റോർ ചെയ്തു. നമ്മൾ അതിനുശേഷം ഇത് മോഡിഫൈ ചെയ്ത സമയത്ത് നമ്മൾ ഈ ഫയൽ മോഡിഫൈ ചെയ്തു. പക്ഷേ ഈ പൈക്യാഷ് ഫയലും മാറിയിട്ടില്ല, ഇതിന്റെ മെമ്മറി മാറിയിട്ടില്ല. അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ജൂപ്പിറ്റർ നോട്ട്ബുക്ക് റീസ്റ്റാർട്ട് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ക്യാഷ് ഫയൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇതിന്റെ ടൈപ്പ് 1943 ആണ്. ഞാൻ ഇത് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റീസ്റ്റാർട്ട് എന്ന് കൊടുത്തു. ഇനി ഞാൻ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 1943 ആയതിനകത്ത് ഇപ്പൊ 1951 ആയി, ടൈം മാറി. അതായത് കമ്പൈൽഡ് ഫയൽ വീണ്ടും കമ്പൈൽ ചെയ്തു. അപ്പൊ ഇവിടെ ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഞാൻ ഇവിടെ റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്ത സമയത്ത് ഈ ഉള്ള ഇതിന്റെ മെമ്മറിയിലുള്ള കാര്യങ്ങൾ മൊത്തം ഡിലീറ്റ് ആയി പോയി. ഇപ്പൊ ഇതിന്റെ മെമ്മറിയിൽ ഒന്നുമില്ല. അപ്പം നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഇതിന്റെ മെമ്മറിയിൽ ഒന്നുമില്ല. ഇനി ഞാൻ എക്സിക്യൂട്ട് ചെയ്യുക, അതായത് ഫ്രം അരിത്മെറ്റിക് ഓപ്പറേഷൻ മൊഡ്യൂൾ ഇമ്പോർട്ട് സബ്ട്രാക്ട്. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ആദ്യം തന്നെ ഇതിന്റെ കമ്പൈൽഡ് ഫയൽ, അതായത് അരിത്മെറ്റിക് ഓപ്പറേഷൻ മൊഡ്യൂളിന്റെ കമ്പൈൽഡ് പൈതൺ ഫയൽ ഉണ്ടോ എന്ന് നോക്കും. സോ നമുക്കിവിടെ കമ്പൈൽഡ് പൈതൺ ഫയൽ ഉണ്ട് ഇവിടെ. അതിനുശേഷം ഇത് ഒരു കാര്യം കൂടി ചെയ്യും. അതായത് ഈ കമ്പൈൽഡ് പൈതൺ ഫയലും ഇതിന്റെ ഒറിജിനൽ ഫയലും തമ്മിലുള്ള ടൈം നോക്കും. അപ്പം ഇത്, അതായത് ഈ ഒറിജിനൽ ഫയൽ അതിനുശേഷം അപ്ഡേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ കമ്പൈൽഡ് ഫയൽ ആക്ച്വലി ഔട്ട്ഡേറ്റഡ് ആയിരിക്കും. അപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫയൽ മോഡിഫൈ ചെയ്തു, അല്ലെ, നമ്മൾ ഈ മൊഡ്യൂളിൽ പോയിട്ട് സബ്ട്രാക്ട് എന്ന് പറയുന്ന പുതിയ ഫംഗ്ഷൻ കൊടുത്തു. പക്ഷെ കമ്പൈൽഡ് ഫയൽ അപ്പോൾ എന്താണ്, പഴയതാണ്. അപ്പൊ അത് രണ്ടുകൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് പുതിയതാണ്, ഇത് പഴയതാണ്. അപ്പം ഒരു സ്റ്റെപ്പ് നടക്കും. അതായത് ഈ കമ്പൈൽഡ് ഫയൽ ഒന്നും കൂടെ ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ കണ്ട സമയത്ത് ഇവിടുത്തെ ടൈം ചേഞ്ച് ചെയ്ത്. അപ്പൊ കമ്പൈൽഡ് ഫയൽ ഒന്നും കൂടെ ഉണ്ടായി. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ മെമ്മറി ഒന്ന് അപ്ഡേറ്റ് ആയി. സോ സബ്ട്രാക്ട് എന്ന ഫംഗ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സബ്ട്രാക്ഷൻ ഓഫ് നമ്പേഴ്സ് അത് എക്സിക്യൂട്ട് ആയി 1 എന്ന ഔട്ട്പുട്ട് കിട്ടി. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മളിവിടെ റീസ്റ്റാർട്ട് പ്രസ് ചെയ്ത സമയത്ത് ഇതിന്റെ മെമ്മറിയിലുള്ള കാര്യം മൊത്തത്തിൽ പോയി. അതിനുശേഷം ഇത് ഈ കമ്പയർഡ് ഫയൽ നോക്കി, കമ്പയർഡ് ഫയൽ ഉണ്ട്. അതിനുശേഷം ഇതിന്റെ ഒറിജിനൽ ഫയൽ നോക്കി, അത് രണ്ടും ഉണ്ട്. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് മനസ്സിലായി ഇതിന്റെ ഒറിജിനൽ ഫയൽ പിന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ആരും മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് സംഭവിച്ചാൽ ആദ്യം തൊട്ട് സ്റ്റെപ്പ് മൊത്തം റിപ്പീറ്റ് ആവും. അതായത് ഈ കമ്പയർഡ് ഫയൽ ഒന്നും ഉണ്ടാവും, അതിന് ശേഷം മെമ്മറി അപ്ഡേറ്റ് ആവും. അപ്പൊ മെമ്മറിയിൽ ഇപ്പൊ എന്തുണ്ട്, സബ്ട്രാക്ട് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടി. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇതിന്റെ ഒരു ഫ്ലോ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. സോ ഇതൊന്ന് സമ്മറൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ മൊഡ്യൂളിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ വന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്തതിനു ശേഷം വേണം ആ മൊഡ്യൂൾ വീണ്ടും ഇമ്പോർട്ട് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതാണ് ഇതിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ വർക്ക് ഫ്ലോ ആണ് ഞാൻ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് അറിയണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഇവിടെ റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിലെ റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യം കിട്ടുന്നതാണ്. ഇപ്പൊ നമ്മൾ മൊഡ്യൂളിനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് പാക്കേജ് എന്താണെന്ന് നോക്കാം. പാക്കേജ് എന്ന് പറയുന്നത് ആക്ച്വലി മൊഡ്യൂളിൽ ഇരിക്കുന്ന ഫോൾഡറിനെയാണ്. ഞാനിപ്പോൾ ഉള്ള മൊഡ്യൂൾ ഒരു ഫോൾഡർ കയറ്റി വെക്കുകയാണെങ്കിൽ ആ ഫോൾഡറിനെയാണ് ഞാൻ പാക്കേജ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട്. ആ ഫോൾഡറിൽ __init___.py എന്ന ഫയൽ വേണം. ഞാൻ അവിടെ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് വേണ്ടി പോവാണ്. ന്യൂ ഫോൾഡർ. അത് ഞാൻ ജസ്റ്റ് മൈ പാക്കേജ് എന്ന് കൊടുക്കുകയാണ്. ഇതിനകത്ത് ഞാൻ ഈ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് മൊഡ്യൂൾ ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം.
ഇതാണല്ലോ എൻ്റെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഈ മൈ പാക്കേജ് എന്ന് പറഞ്ഞ ഫോൾഡർ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇപ്പം എൻ്റെ മൈ പാക്കേജിനകത്ത് ഈ മൊഡ്യൂൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് ഇതിനൊരു പാക്കേജ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഒരു ഫയലും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. __init __.py ഉണ്ട്. ഇങ്ങനെ ഒരു ഫയലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിനൊരു പാക്കേജ് എന്ന് പറയാൻ പറ്റുമോ? ഇപ്പം ഇതിനൊരു പാക്കേജ് എന്ന് പറയാൻ പറ്റുമോ? പറ്റും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ട്? __init.py എന്ന് പറഞ്ഞ ഫയലുണ്ട്. അതുപോലെ തന്നെ വേറൊരു മറ്റൊരു .py എന്ന ഫയലുണ്ട്. അതായത് ഒരു മൊഡ്യൂളും ഉണ്ട്, __init.py എന്ന ഫയലുണ്ട്. സോ ഇതിന് നമുക്കൊരു പാക്കേജ് എന്ന് പറയാം. ഇതിൽ ഏതെങ്കിലും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പാക്കേജ് എന്ന് പറയാൻ പറ്റത്തില്ല. നിർബന്ധമായിട്ടും __init__.py എന്ന ഫയൽ വേണം. ആ ഫയൽ എംപ്റ്റി ആണെങ്കിലും പ്രശ്നമില്ല, ജസ്റ്റ് ആ ഫയൽ ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. സോ നമ്മളിവിടെ ഈ മൈ പാക്കേജിനെ വിളിക്കുന്ന പേരാണ് പാക്കേജ് എന്ന് പറയുന്നത്. ഇത് മൊഡ്യൂളാണ്, ഇതൊരു .py ഫയൽ എന്ന് പറയുന്ന മൊഡ്യൂളാണ്, ഇതെന്ന് പറയുന്ന പാക്കേജ് ആണ്. ഓക്കെ, ഞാൻ ഈ ഫയൽ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ മൈ പാക്കേജ് ഉണ്ട്. മൈ പാക്കേജിനകത്ത് __init.py ഉണ്ട്, വേറൊരു മൊഡ്യൂളും ഉണ്ട്. ഇനി എനിക്ക് ഇവിടെ നിന്നാണ് ഞാൻ ജസ്റ്റ് ഇതിന്റെ പേരെന്ന് മാറ്റിക്കാം, അല്ലെ കൺഫ്യൂഷൻ ആവും. ഞാൻ മൊഡ്യൂൾ 2 എന്ന് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഞാൻ വീണ്ടും എൻ്റെ ജൂബി നോട്ട്ബുക്കിൽ വരികയാണ്. എനിക്ക് ഈ ഒരു ഫയൽ, അതായത് ഈ ഒരു മൊഡ്യൂൾ ഇതിലോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായിരിക്കും ചെയ്യുക? നേരത്തെ ഇതുപോലെ ജസ്റ്റ് ഇമ്പോർട്ട് എന്ന് കൊടുത്താൽ പോരാ, ഫ്രം മൈ പാക്കേജ് ഇമ്പോർട്ട് എന്ന് കൊടുക്കണം. കാരണം മൈ പാക്കേജ് എന്ന ഫോട്ടോ നിന്നും ഇത് ഇമ്പോർട്ട് ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്യുന്നതാണ്? ഫ്രം മൈ പാക്കേജ് ഇമ്പോർട്ട് അരിത്തമെറ്റിക് ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ മൈ പാക്കേജ് എന്ന ഫോട്ടോ നിന്നും ഈ ഒരു കാര്യം ഇമ്പോർട്ട് ചെയ്യാണ് നോക്കുന്നത്. ഇവിടെ നിങ്ങൾ വീണ്ടും നോക്കിക്കോ. ഇപ്പം മൈ പാക്കേജ് 2 ഫയൽസ് മാത്രമേ ഉള്ളൂ, init.py യും ഈ മൊഡ്യൂളും. ഇത് ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സംഭവിക്കും, ഞാൻ 2 സ്റ്റെപ്പ് നടക്കും. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതിലൊരു പൈക്യാഷ് എന്ന ഫോൾഡർ ഉണ്ടാവും, അതിനകത്ത് ഈ സെയിം നെയിമിൽ ഒരു കമ്പൈൽഡ് ഫയൽ ഉണ്ടാവും. രണ്ടാമത് ഇതിന് മെമ്മറി അപ്ഡേറ്റ് ആവും. സോ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. കണ്ടോ, ഇവിടെ കണ്ടില്ലേ, പൈക്യാഷ് എന്ന ഫോൾഡർ ഉണ്ടായി, അതിനകത്ത് ഈ സെയിം പേര് മൊഡ്യൂൾ 2 കണ്ടോ, സെയിം പേര് തന്നെ വന്നു. അരിത്മെറ്റിക് ഓപ്പറേഷൻ മൊഡ്യൂൾ 2.cpython-313.py അങ്ങനെ ഒരു കമ്പൈൽഡ് ഫയൽ ഉണ്ടായി. അതേപോലെ തന്നെ ഇതിന് മെമ്മറി അപ്ഡേറ്റ് ആയി. ഇനി ഇതിലെ ഞാൻ ആഡ് വിളിക്കണം എന്നുണ്ടെങ്കിൽ അരിത്മെറ്റിക് ഓപ്പറേഷൻ മൊഡ്യൂൾ 2.add_2,3 എന്ന് കൊടുത്തായി. ഇപ്പം എനിക്ക് അഡീഷണൽ നമ്പേഴ്സ് ഒന്ന് കിട്ടി. ഈ നേരെ മറിച്ച് എനിക്ക് ഞാൻ ജസ്റ്റ് ഇമ്പോർട്ട് മൈ പാക്കേജ് മാത്രമാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താ? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു ഇനിറ്റ് ഫയൽ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും രണ്ട് കമ്പൈൽഡ് ഫയൽ വന്നിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ 2 .py ഫയൽസ് ഉണ്ട്. ഈ py ഫയലിന്റെ, അതായത് ഈ py ഫയലിന്റെ ആണ് ഈ കമ്പൈൽഡ് ഫയൽ. ഈ init.py മാറിപ്പോയി. ഇപ്പൊ ഈ ഒരു ഫോൾഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇത്രയാണ് ഇതിന്റെ ഫോൾഡർ എന്ന് പറയുന്നത്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ init.py കമ്പൈൽഡ് ഫയലാണ് ഇവിടെ ഇരിക്കുന്നത്. അതിനുശേഷം ഈ അരിത്മെറ്റിക് ഓപ്പറേഷൻ മൊഡ്യൂൾ 2 അതിന് കമ്പൈൽഡ് ഫയലാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിലിരിക്കുന്ന എല്ലാ ഫയൽസിനും കമ്പൈൽഡ് ഫയൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മെമ്മറിയിലും അത് ലോഡ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ജസ്റ്റ് ഈ ഇമ്പോർട്ട് മൈ പാക്കേജ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? അതായത് ഞാൻ പാക്കേജ് ആണ് ഇമ്പോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്കേജിനുള്ളിൽ ഞാൻ init.py ഈ init വന്ന ഫയൽ നോക്കും. ആ init വന്ന ഫയൽ നോക്കി അതിനുള്ളിലത്തെ കോഡ് മൊത്തം എക്സിക്യൂട്ട് ആവണം ചെയ്യുന്നത്. സോ ഇവിടെ ഇമ്പോർട്ട് മൈ പാക്കേജ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ അത് വന്നു. അപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഈ init.py പക്ഷെ ഇതിനകത്ത് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഒന്നും എക്സിക്യൂട്ട് ആവുന്നില്ല. സോ ഇവിടെ സംഭവിച്ചത് ഞാൻ ഇപ്പോൾ മൈ പാക്കേജ് ഇമ്പോർട്ട് ചെയ്തു, പക്ഷെ ആ മൈ പാക്കേജിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും കിട്ടത്തില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ മൈ പാക്കേജ് നേരത്തെ ഇതുപോലെ മൈ പാക്കേജ് .add എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല, കാരണം അതിനകത്ത് ഒന്നുമില്ല. ഒന്നുമില്ലെന്നാണ് പറയുന്നത്. അല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്. മൈ പാക്കേജിന്റെ അകത്ത് നിന്നും അതിനടുത്ത ഫയൽ നെയിം അരിത്മെറ്റിക് ഓപ്പറേഷൻ മൊഡ്യൂൾ 2 ആ ഫയൽ നെയിം .add_2 എന്ന് കൊടുക്കാം, add_2,3 എന്ന് കൊടുക്കാം. അങ്ങനെ സമയത്ത് നമുക്ക് കിട്ടും. കാരണം വെച്ചാൽ മൈ പാക്കേജ് ആണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തത്. ഓക്കെ, മൈ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഫോൾഡർ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഇനി ആ ഫോൾഡറിന്റെ ഉള്ളിൽ നിന്ന് ഫയലിന്റെ ഉള്ളിൽ നിന്ന് ഫംഗ്ഷൻ മൈ പാക്കേജ് വന്നു. മൈ പാക്കേജ് എന്ന് പറഞ്ഞ ഫോൾഡർ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു മൈ പാക്കേജ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? മൈ പാക്കേജ് .arithmetic operations മൊഡ്യൂൾ 2 അതായത് നമ്മൾ ഈ ഫയലിലോട്ട് എത്തി. അതിനുശേഷം ഫയലിനുള്ളിൽ നിന്ന് ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുത്തു. സോ അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ കാര്യം കിട്ടുകയാണ് ചെയ്തത്. അങ്ങനെ നമുക്ക് അഡീഷണൽ നമ്പേഴ്സ് 5 എന്ന് കിട്ടി. ഇനി ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നേരെ മൈ പാക്കേജിനുള്ളിൽ തന്നെ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് നമ്മൾ ഇനിറ്റ് എന്ന് പറഞ്ഞ ഫയൽ യൂസ് ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞത് ഇനിറ്റ് എന്ന് പറഞ്ഞ ഫയലിലാണ് നമ്മൾ ജസ്റ്റ് ഇമ്പോർട്ട് മൈ പാക്കേജ് എന്ന് പറയുമ്പോൾ ഇനിറ്റ് എന്ന് പറഞ്ഞ ഫയലാണ് എക്സിക്യൂട്ട് ആവുന്നത്. സോ ഞാൻ അതുകൂടെ പറഞ്ഞുതരാം.
ഈ init ഡോട്ട് പി വൈയിൽ നമുക്ക് എന്തെങ്കിലും ഇതിൽ നമ്മൾ എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇത്ര ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ ഫ്രം അരിത്തമെറ്റിക് അണ്ടർസ്കോർ ഓപ്പറേഷൻ അണ്ടർസ്കോർ മൊഡ്യൂൾ ടു ഇമ്പോർട്ട് ആഡ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഇമ്പോർട്ട് സ്റ്റാർ എന്ന് കൊടുക്കുക. ഇമ്പോർട്ട് സ്റ്റാർ എന്ന് പറയുകയാണെങ്കിൽ എല്ലാം ഇമ്പോർട്ട് ചെയ്യാണ് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുന്ന മറ്റു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഫയൽ നെയിം മാത്രം കൊടുത്താൽ പോരാ. ഇത് ഇപ്പം നമ്മൾ കൊടുത്ത അബ്സല്യൂട്ട് പാത്താണ്, നമ്മൾ റിലേറ്റീവ് പാത്താണ് കൊടുക്കേണ്ടത്. അതായത് ഇപ്പം init ഡോട്ട് പി വൈ എന്ന് പറയുന്ന ഫയലിന്റെ ആ സെയിം ലൊക്കേഷൻ തന്നെയാണ് ഈ ഒരു ഫയലുള്ളത്. അതിൽ നിന്നാണ് നമ്മളെല്ലാം ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. സോ വെറും അരിത്തമെറ്റിക് അണ്ടർസ്കോർ ഓപ്പറേഷൻ മൊഡ്യൂൾ കൊടുക്കുന്ന പകരം ഡോട്ട് എന്ന് കൊടുക്കുക. ഡോട്ട് എന്ന് പറയുന്നത് ഇത്ര ഉള്ള അർത്ഥം. അതായത് ഈ init ഡോട്ട് പി വൈ അതാണല്ലോ ഇപ്പോൾ നമ്മുടെ ഫയല്, ആ സെയിം ഫയൽ ലൊക്കേഷൻ തന്നെയാണ് ഈ അരിത്തമെറ്റിക് ഓപ്പറേഷൻ മൊഡ്യൂൾ ടു ഉള്ളത്. അപ്പോൾ ആ ലൊക്കേഷനിലെ ഫയൽ നോക്കുന്നു, അതിൻ്റെ ഉള്ളത്തെ കാര്യങ്ങൾ, അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് സ്റ്റാർ എന്ന് പറയുകയാണെങ്കിൽ ഇതിനുള്ള എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലെന്താ ഉള്ള ആഡ് ഉണ്ട്, സബ്ട്രാക്ട് ഉണ്ട്, അത് രണ്ടും ഇതിലോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാണ് പറയുന്നത്. ഇനി നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു IPYNP ഫയലിലോട്ട് വരികയാണ്. ഞാൻ വീണ്ടും ഒന്നും കൂടെ ഇമ്പോർട്ട് മൈ പാക്കേജ് എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഇപ്പം ഞാൻ ഇമ്പോർട്ട് മൈ പാക്കേജ് എന്ന് കൊടുത്ത സമയത്ത് ചിലപ്പോൾ വർക്ക് ആവുന്നില്ല, കാരണം ഞാൻ പറഞ്ഞ പോലെ ഇതിന് മെമ്മറിയിൽ അത് സ്റ്റോർ ആയിട്ടുണ്ട്. സോ ഞാൻ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. റീസ്റ്റാർട്ട്. ഓക്കെ, ഇനി ഞാൻ ഇമ്പോർട്ട് മൈ പാക്കേജ് ഒന്നുകൂടെ മൈ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്താ സംഭവിച്ച മൈ പാക്കേജിനകത്ത് init ഡോട്ട് പി വൈ എന്ന് പറഞ്ഞ ഫയൽ മൊത്തത്തിൽ എക്സിക്യൂട്ട് ആയി. അതായത് init ഡോട്ട് പി വൈയിൽ ഞാൻ എന്താ കൊടുത്തിട്ടുള്ളത്, അരിത്തമെറ്റിക് ഓപ്പറേഷൻ മൊഡ്യൂൾ ടൂവിലെ എല്ലാ കാര്യം ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ ഈ ഫയലിനകത്തും എനിക്ക് എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി എനിക്കിവിടെ മൈ പാക്കേജ്, അത് ഇപ്പം ഇമ്പോർട്ട് മൈ പാക്കേജ് എന്ന് പറയുന്ന സമയത്ത് init ഡോട്ട് പി വൈ ഫയലിൽ എല്ലാ കോഡും എക്സിക്യൂട്ട് ആവും. അതിലുള്ള കോഡ് എന്തായിരുന്നു, ഈ അരിത്തമെറ്റിക് ഓപ്പറേഷൻ മൊഡ്യൂൾ ടൂവിലെ എല്ലാ കോഡും ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി. init ഡോട്ട് പി സോ നമുക്കിപ്പോൾ മൈ പാക്കേജിനകത്ത് എല്ലാ കാര്യം ഇമ്പോർട്ട് ആയി കഴിയുന്നുണ്ട്. ഇനി ജസ്റ്റ് ഇവിടെ മൈ പാക്കേജ് ഡോട്ട് ആഡ് എന്ന് കൊടുത്താൽ മതി. ആഡ് ഓഫ് 2,3 ഇങ്ങനെ കൊടുത്താൽ തന്നെ എനിക്ക് ആൻസർ കിട്ടും, അഡീഷൻ ഓഫ് നമ്പേഴ്സ്. ഇത് നമ്മളുടെ മാറ്റം എന്നോട് പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ ചെയ്ത സമയത്ത് നമ്മൾ init ഡോട്ട് പി വൈയിൽ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കണ്ടോ init ഡോട്ട് പി വൈയിൽ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ഫയലിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മൈ പാക്കേജ് ഡോട്ട് ആ ഫയൽ നെയിം ഡോട്ട് ആ ഫംഗ്ഷൻ കൊടുക്കണമായിരുന്നു. നേരെ മറിച്ച് എനിക്ക് ഇനിറ്റിനകത്ത് ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു നേരത്തെ ചെയ്തത് ഇങ്ങനെയാണ്, മൈ പാക്കേജ് ഡോട്ട് അരിത്തമെറ്റിക് ഓപ്പറേഷൻ മൊഡ്യൂൾ ടു ഡോട്ട് ആഡ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ചെയ്തതാണ് മൈ പാക്കേജ് ഡോട്ട് ആഡ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനിറ്റ് എന്ന് പറയുന്ന ഫയലിനകത്ത് ഈ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ മൊഡ്യൂൾ ടു എല്ലാ കാര്യം ഇമ്പോർട്ട് ചെയ്ത കാരണമാണ്. ഇപ്പം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഞാൻ സെക്കൻഡ് കേസിൽ ആദ്യത്തെ കേസിൽ എന്താ സംഭവിച്ചത്, init ഡോട്ട് പി വൈയിൽ ഒന്നുമില്ലായിരുന്നു. ഈ init ഡോട്ട് പി വൈ എന്ന് പറഞ്ഞ ഫയലിനകത്ത് ഒന്നുമില്ലായിരുന്നു. സോ നമ്മൾ ഈ ഒരു ഇമ്പോർട്ട് മൈ പാക്കേജ് എന്ന് കൊടുക്കുന്ന സമയത്ത് ആക്ച്വലി ഒന്നും ഇമ്പോർട്ട് ആവുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ മൈ പാക്കേജിൽ നിന്നും അടുത്ത ഫയലിൽ പോയിട്ട് ആൾ എടുക്കേണ്ടി വന്നത്. സെക്കൻഡ് കേസ് നമ്മൾ ഇമ്പോർട്ട് മൈ പാക്കേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ init ഡോട്ട് പി വൈ ഫയലിൽ ഈ ഒരു ഫയൽ നമ്മൾ കൊടുത്ത കോഡ് എന്താണ്, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് മൊഡ്യൂൾ ടു നിന്നും എല്ലാം ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു കോഡിലെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മുടെ ഈ ഒരു init ഡോട്ട് പി വൈ ഫയലിലുണ്ട്. ഓക്കെ, അതല്ല ഇപ്പൊ ഈ ഒരു init ഡോട്ട് പി വൈ ഫയലിലുണ്ട്. അപ്പൊ നമ്മൾ അത് ഈ ഒരു കോഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ട് മൈ പാക്കേജ് എന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ ഫംഗ്ഷൻസ് മൊത്തം നമ്മുടെ കയ്യിൽ പിരിക്കുക. ഇനി ഞാൻ ആ മൈ പാക്കേജ് ഡോട്ട് ആഡ് എന്ന് കൊടുത്തായി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് കിട്ടും. സോ ഇതാണ് init ഡോട്ട് പി വൈ ഫയലിന്റെ റെലവൻസ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, വേണം നിങ്ങൾക്ക് init ഡോട്ട് പി വൈ ഫയലിൽ ഒരു കോഡും കൊടുക്കാണ്ടിരിക്കാം. അങ്ങനെ കൊടുക്കാണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ പാക്കേജ് ഡോട്ട് മൊഡ്യൂൾ നെയിം ഡോട്ട് എ ഫംഗ്ഷൻ എന്ന് കൊടുക്കുക. ഈ init ഡോട്ട് പി വൈ ഫയലിൽ നിങ്ങൾ ആ മൊഡ്യൂളിന്റെ അകത്ത് കാര്യങ്ങൾ മൊത്തം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ പാക്കേജ് ഡോട്ട് ഫംഗ്ഷൻ നെയിം എന്ന് കൊടുത്താൽ മതി. സോ ഇതാണ് init ഡോട്ട് പി വൈ ഫയലിന്റെ റെലവൻസ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് പാക്കേജ് എന്താണെന്നും മൊഡ്യൂൾസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ചെയ്ത് കാണിച്ചത് നമ്മളായിട്ട് കസ്റ്റം ചെയ്തുണ്ടാക്കിയ പാക്കേജ് മൊഡ്യൂളാണ്. ഇപ്പം ഈ കണ്ട മൊഡ്യൂളും ഈ പാക്കേജും ഒക്കെ ഞാനായിട്ട് ഉണ്ടാക്കിയതാണ്. എന്നാൽ പൈതൺ തന്നെ നമ്മൾ പൈതൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് മൊഡ്യൂളും പാക്കേജും നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഞാൻ അവിടെ ബിൽഡിൻ മൊഡ്യൂൾസ് ആൻഡ് പാക്കേജ് എന്ന് ജസ്റ്റ് ഹാഷ്ടാഗ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡേറ്റ് ടൈം എന്ന് പറയുന്ന മൊഡ്യൂളാണ്. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫ്രം ഡേറ്റ് ടൈം ഇമ്പോർട്ട് ഡേറ്റ് ടൈം എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ പ്രിന്റ് ഓഫ് ഡേറ്റ് ടൈം ഡോട്ട് നൗ എന്ന് കൊടുക്കുകയാണ്. ഇതെന്താ കൂടുതൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കണ്ടോ, എനിക്കിപ്പം ഇന്നത്തെ ഡേറ്റും ടൈമും കിട്ടിയിട്ടുണ്ട്, 2025 8/16/2004. അപ്പം ഇവിടെ ഈ ഡേറ്റ് ടൈം എന്ന് പറയുന്നത് ആക്ച്വലി മൊഡ്യൂളാണ്. ആ മൊഡ്യൂളിലത്തെ ക്ലാസ് ആണിത്. ക്ലാസ് ഞാൻ ഇതുവരെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല, അത് കുറച്ച് അഡ്വാൻസ് കോൺസെപ്റ്റ് ആണ്. ഞാൻ വരുന്ന വീഡിയോസ് പഠിപ്പിച്ചു തരും. അപ്പോൾ ആ ക്ലാസിൻ്റെ ഉള്ളിലെ മെത്തേഡാണ് നമ്മളിവിടെ കോഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, അപ്പോൾ ഞാൻ പറഞ്ഞു ഡേറ്റ് ടൈം എന്ന് പറയുന്ന മൊഡ്യൂളാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു ഡോട്ട് പി വൈ ഫയലാണ്.
അപ്പോൾ ആ .py ഫയലിൽ എന്തൊക്കെയുണ്ട് അതിൽ നിന്നാണ് ഇത് ഇമ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഈ .py ഫയൽ എവിടെയാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അത് നിങ്ങളുടെ പൈതന്റെ ലൊക്കേഷൻ തന്നെയുണ്ട്. അത് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇമ്പോർട്ട് ഡേറ്റ് ടൈം എന്ന് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ടൈം .__ഫയൽ _ എന്ന് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ കാണും. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഈ ലൊക്കേഷനാണ് C യൂസേഴ്സ്. അവിടെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അത് നമ്മുടെ പൈതൺ കോഡ് ഇരിക്കുന്ന ലൊക്കേഷൻ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഞാൻ സിയിലോട്ട് പോവുകയാണ്. C യൂസേഴ്സ് അഡോൺ. യൂഷ്വലി അത് ഹിഡൻ ആയിരിക്കും. സോ നമ്മൾ ഷോ ഹിഡൻ ഫയൽസ് എന്ന് കൊടുക്കണം. ഓക്കെ, ആപ്പ് ഡേറ്റ ലോക്കൽ പ്രോഗ്രാംസ് പൈതൺ 313. അപ്പം നമ്മുടെ ഈ ഇൻബിൽഡ് ആയിട്ട് നമ്മുടെ പൈതൺ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടുന്ന മൊഡ്യൂൾസും പാക്കേജും എല്ലാം ഇരിക്കുന്ന ഈ ലൈബ്രറി എന്ന് പറഞ്ഞ ഫോൾഡറിലായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മൊഡ്യൂൾസും പാക്കേജ് എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്തതാണ് ഡേറ്റ് ടൈം എന്ന് പറയുന്നതാണ്. അത് ഡേറ്റ് ടൈം എന്ന് പറയുന്ന മൊഡ്യൂൾ ഞാൻ ഇമ്പോർട്ട് ചെയ്തത്. ഡേറ്റ് ടൈം .py എന്ന ഫയൽ എനിക്ക് കാണണം. ഞാൻ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, എനിക്ക് ഡേറ്റ് ടൈം .py എന്ന ഫയൽ കണ്ടിട്ടുണ്ട്, പൈതൺ സോഴ്സ് ഫയൽ. അപ്പം ഈ ഒരു മൊഡ്യൂളാണ് ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, ആ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം മൊഡ്യൂളിൻ്റെ അകത്തെ ഡേറ്റ് എന്ന ക്ലാസ് ഞാൻ എടുത്തുകൊണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ക്ലാസിൻ്റെ ഉള്ളിലത്തെ മെത്തേഡാണ് നൗ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ കാര്യം. അതായത് ഡേറ്റ് ടൈം എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. ഞാൻ ഇവിടെ നേരത്തെ ഈ ഒരു ഫോട്ടോ കാണിച്ചു. ഡേറ്റ് ടൈം ഈ ഒരു മൊഡ്യൂളാണ്. ആ മൊഡ്യൂളിൻ്റെ ഉള്ളിലത്തെ കാര്യമാണ് ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ട് പ്രിന്റ് ചെയ്തത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇപ്പോഴത്തെ ടൈം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ഇതിപ്പോൾ എങ്ങനെ വന്നു എന്ന് വെച്ചാൽ, ഞാൻ പൈതൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ പൈതൺ തന്നെ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് വരുന്ന കുറച്ച് മൊഡ്യൂൾസും പാക്കേജും ഉണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഡേറ്റ് ടൈം എന്ന് പറയുന്നത്. ഇതേപോലെ മൾട്ടിപ്പിൾ മൊഡ്യൂൾസും പാക്കേജും നമ്മുടെ ലാപ്പിനുണ്ട്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ എന്താണ് പൈതൺ ഇൻബിൽഡ് ആയിട്ടുള്ളത്. ഇപ്പം നമ്മൾ 2 കേസ് കംപ്ലീറ്റ് ചെയ്തു. ഒന്ന് നമ്മൾ കസ്റ്റമായിട്ട് ഉണ്ടാക്കുന്നത്, ഞാനായിട്ട് ഉണ്ടാക്കിയ മൊഡ്യൂളും പാക്കേജും. രണ്ടാമത് പൈതൺ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇൻബിൽഡ് ആയിട്ട് കിട്ടിയ മൊഡ്യൂളും പാക്കേജും. ഇനി തേർഡ് എന്ന് പറയുന്നതാണ് തേർഡ് പാർട്ടി മൊഡ്യൂൾസ് ആൻഡ് പാക്കേജസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയുള്ള സെക്ഷനാണ്. അപ്പോൾ തേർഡ് പാർട്ടി മൊഡ്യൂൾസ് ആൻഡ് പാക്കേജ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ഡൗൺലോഡ് ചെയ്യുന്ന പൈപ്പൈ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ റെപ്പോസിറ്ററിയിൽ നിന്നാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി കാണിച്ചു തരാം. ഗൂഗിളിൽ പോയിട്ട് നമ്മൾ പൈപ്പൈ എന്ന് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, പൈപ്പൈ ദ പൈതൺ പാക്കേജ് ഇൻഡെക്സ്. ഇതോ ഞാൻ ഓപ്പൺ ചെയ്യണം. ഫൈൻഡ്, ഇൻസ്റ്റാൾ ആൻഡ് പബ്ലിഷ് പൈതൺ പാക്കേജസ് വിത്ത് ദ പൈതൺ പാക്കേജ് ഇൻഡെക്സ്. പൈതൺ പാക്കേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മൊഡ്യൂൾസ് ആൻഡ് പാക്കേജിലെ പാക്കേജ്, അതായത് മൊഡ്യൂൾസ് ഇരിക്കുന്ന ഫോൾഡറാണ് പാക്കേജ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ ഈ ഒരു പൈപ്പൈയിലൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന തേർഡ് പാർട്ടി പാക്കേജ് നമ്മുടെ സിസ്റ്റത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ വേണം ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഈസി കാര്യം കാണിച്ചു തരാം. PyJox എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് ഉണ്ട്. കണ്ടോ, PyJox എന്ന് പറഞ്ഞിട്ട്. ഈ PyJox എന്ന് പറയുന്ന പാക്കേജ് ഇതൊരു തേർഡ് പാർട്ടി പാക്കേജാണ്. അതായത് എന്നെ പോലെ അല്ലെങ്കിൽ നിങ്ങളെ പോലെ വേറൊരു വ്യക്തി ടൈപ്പ് ചെയ്ത കോഡ് ഈ പൈപ്പൈ എന്ന് പറഞ്ഞ ഈ റെപ്പോസിറ്ററിയിൽ കൊണ്ട് സേവ് ചെയ്തതിനു ശേഷം എനിക്കിപ്പോൾ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യമാണിത്. അതായത് മറ്റേതൊരു വ്യക്തി ചെയ്തൊരു കോഡ് ഞാൻ ഇനി എൻ്റെ കോഡിലോട്ട് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യും, എങ്ങനെ അത് യൂസ് ചെയ്യുമെന്നാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ PyJox എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കോഡിലോട്ട് ടൈപ്പ് ചെയ്ത് കണ്ടോ, PyJox ആണ് ആ പാക്കേജിൻ്റെ പേരെന്ന് പറയുന്നത്. ഇത് ഞാൻ ഇനി എൻ്റെ ലാപ്പിലോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. നമ്മൾ വീണ്ടും ടെർമിനൽ ഓപ്പൺ ആക്കുക. അതിനുശേഷം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്താ പറഞ്ഞാൽ പിപ്പ് ഇൻസ്റ്റാൾ PyJox. ഞാനിവിടെ പിപ്പ് ഇൻസ്റ്റാൾ PyJox എന്ന് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. PyJox എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി പാക്കേജ് ആണ്. ഇതുവരെ നമ്മൾ കണ്ടത് നമ്മൾ ഉണ്ടാക്കിയ പാക്കേജും പൈതനായിട്ട് നമുക്കൊന്ന് പാക്കേജ് ചെയ്യുക. ഇനി മറ്റൊരു വ്യക്തി ഉണ്ടാക്കിയ പാക്കേജ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ കാണിച്ചിരുന്നത്. മറ്റൊരു വ്യക്തി ഉണ്ടാക്കിയ പാക്കേജിന്റെ എക്സാമ്പിളാണ് PyJox എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിപ്പ് ഇൻസ്റ്റാൾ PyJox എന്ന് പറഞ്ഞ് കൊടുക്കുക. പിന്നെ ഇവിടെ പിപ്പ് ഇൻസ്റ്റാൾ PyJox എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ കുറച്ച് കോഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. കണ്ടോ, സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ PyJox എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം എന്താ സംഭവിച്ചാൽ ഈ PyJoxന്റെ പാക്കേജ് മൊത്തം നമ്മുടെ സിസ്റ്റത്തിലോട്ട് വന്നിട്ടുണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പോയ സ്ഥലത്തോട്ട് തന്നെ പോവാണ്. ഇനി ഇവിടെ ഞാൻ പറഞ്ഞത് ലൈബ്രറിയിലാണ് നമ്മുടെ പാക്കേജും എല്ലാ കാര്യവും ഉണ്ടാവുകയെന്ന്. ഈ ലൈബ്രറി തന്നെ നമ്മൾ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈറ്റ് ഹൈഫൺ പാക്കേജ് ഉണ്ടാവും. ഈ ഫോൾഡർ ഓപ്പൺ ആക്കുക. ഇതിനകത്ത് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് PyJox കാണാൻ പറ്റും. കണ്ടോ, PyJox നേരത്തെ PyJox ഇല്ലായിരുന്നു. ഞാനിവിടെ പിപ്പ് ഇൻസ്റ്റാൾ PyJox കൊടുത്ത സമയത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പേ എന്ന് പറഞ്ഞ ഫോൾഡറിലെ PyJox എന്ന് പറയുന്ന പാക്കേജ് മൊത്തം എൻ്റെ സിസ്റ്റത്തിലോട്ട് ഇവിടെ ഡൗൺലോഡ് ആയിട്ട് വന്നു. ഇനി എനിക്ക് ഈ PyJox എന്ന് പറഞ്ഞ സംഭവം ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ഈ ഫയലിൽ വന്നിട്ട് ഇമ്പോർട്ട് PyJox എന്ന് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇമ്പോർട്ട് PyJox. വീണ്ടും പറയുന്നു, PyJox എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി പാക്കേജ് ആണ്. ഓക്കെ, ഇമ്പോർട്ട് PyJox എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി അതിന് ശേഷം ഞാൻ PyJox
ഡോട്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനുള്ള ഫംഗ്ഷൻസ് കാണാൻ പറ്റും. ഞാൻ ഡോട്ട് ഗെറ്റ് ജോക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ജസ്റ്റ് എനിക്കൊരു ജോക്ക് വന്നിരിക്കുകയാണ് ചെയ്തത്. ഞാനത് വീണ്ടും ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് മറ്റൊരു ജോക്ക് ആയിരിക്കും വരിക. വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ജോക്ക് ആയിരിക്കും വരിക. അപ്പോൾ ഇതാണ് ഈ പൈജോക്സ് എന്ന് പറഞ്ഞ ഒരു മൊഡ്യൂൾ ചെയ്യുന്നത്. പൈജോക്സ് എന്ന് പറഞ്ഞൊരു പാക്കേജ് ചെയ്യുന്നത്. അപ്പം ഞാൻ കാണിച്ചെന്ന പോലെ പൈപ്പൈ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ റിപ്പോസിറ്ററിയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു തേർഡ് പാർട്ടി പാക്കേജ് മൊത്തം ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക. അപ്പം തേർഡ് പാർട്ടി പാക്കേജ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ കേട്ടുള്ള പാണ്ടാസ് നമ്പിയൊക്കെ, ഇപ്പോൾ ഡാറ്റ സയൻസ് നിങ്ങൾ വളരെയധികം ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാണ്ടാസ് നമ്പി എന്നൊക്കെ പറയുന്നത് ഒരു തേർഡ് പാർട്ടി പാക്കേജാണ്. ഞാൻ വേണം കാണിച്ചു തരാം. ഞാൻ ഇവിടെ വന്നിട്ട് പാണ്ടാസ് എന്ന് സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ പാണ്ടാസ് കാണാൻ സാധിക്കും. കണ്ടോ, പിപ്പ് ഇൻസ്റ്റാൾ പാണ്ടാസ് വഴിയാണ് നമ്മൾ പാണ്ടാസിലോട്ട് ചെയ്യുക. അപ്പം ഞാൻ വേണമെങ്കിൽ അതൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടെ നോക്കിയാൽ ഞങ്ങൾക്ക് പാണ്ടാസ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഞാൻ ഇവിടെ ഓൾറെഡി പാണ്ടാസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് പാണ്ടാസ് കാണുന്നത്. അത് നിങ്ങളുടെ ലാപ്പ് ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ പാണ്ടാസ് എന്ന് പറയുന്നത് മറ്റേതൊരു വ്യക്തി ടൈപ്പ് ചെയ്ത് വെച്ച കോഡാണ്. ആ കോഡ് നമ്മുടെ ലാപ്പിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ അത് യൂസ് ചെയ്തിട്ട് മറ്റൊരു കോഡ് ചെയ്യുന്നു. ഇവിടെ ഞാൻ നേരത്തെ ചെയ്യുന്നതാണ് പൈജോക്സ് എന്ന് പറഞ്ഞ കോഡ്. ഏതോ ഒരു വ്യക്തി ചെയ്ത് വെച്ച കോഡാണ് പൈജോക്സ് എന്ന് പറയുന്നത്. റാൻഡം ആയിട്ട് ജോക്സ് ഇട്ടാനുള്ള ഒരു പാക്കേജാണത്. ഏതൊരു വ്യക്തി ചെയ്ത് വെച്ച പൈജോക്സ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഇതിലോട്ടേക്ക് ആദ്യം ഡൗൺലോഡ് ചെയ്തു. അതിനുവേണ്ടിയാണ് ഞാനിവിടെ പിപ്പ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞു കൊടുത്തത്. പിപ്പ് ഇൻസ്റ്റാൾ ആ പാക്കേജ് നെയിം പിപ്പ് ഇൻസ്റ്റാൾ പൈജോക്സ് എന്ന് പറഞ്ഞപ്പോൾ ഏതോ ഒരു വ്യക്തി ചെയ്ത് വെച്ച പാക്കേജ് ഞാൻ എൻ്റെ സിസ്റ്റത്തിലോട്ട് ഡൗൺലോഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി അത് ആദ്യം ഇമ്പോർട്ട് ചെയ്ത് ആ പാക്കേജ് ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം ആ പൈജോക്സ് ഡോട്ട് അതിനുള്ള ഫംഗ്ഷൻ ചെയ്ത സമയത്ത് എനിക്ക് അതിനുള്ളത് കിട്ടി. ഇതിന്റെ പുറകിലിരിക്കുന്ന കോഡ് എന്താണോ, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പോലും എനിക്കറിയത്തില്ല. സോ ഇങ്ങനെയാണ് നമ്മുടെ ഇപ്പം നമുക്ക് ജസ്റ്റ് ജോക്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനായിട്ട് ഒരു വലിയ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് അതിന് ജോക്സ് കുറെ ആഡ് ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലത്തെ നമുക്ക് തേർഡ് പാർട്ടി പാക്കേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതുവരെ പഠിച്ചത് ഒന്ന് സമ്മറൈസ് ചെയ്യാം. അതായത് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിച്ചത് മൊഡ്യൂൾസും പാക്കേജിനെ കുറിച്ചാണ്. ഏതൊരു .py ഫയലിനെയും നമുക്ക് മൊഡ്യൂൾ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ആ .py ഫയലും ഒരു ഇനിറ്റ് എന്ന ഫയലും ഇരിക്കുന്ന ആ ഒരു ഫോൾഡർ നമ്മൾ വിളിക്കുന്ന പേരാണ് പാക്കേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ ഈ മൊഡ്യൂളും പാക്കേജിൻ്റെ 3 ടൈപ്പ് നമ്മൾ പരിചയപ്പെട്ടു. ഫസ്റ്റ് എന്ന് പറയുന്നത് കസ്റ്റം ആയിട്ടുള്ളത്, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. അതാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത്. നമ്മളായിട്ടുണ്ടാക്കിയ മൊഡ്യൂൾ, നമ്മളായിട്ടുണ്ടാക്കിയ പാക്കേജ്, അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തന്നു. സെക്കൻഡ് ആയിട്ട് നമ്മൾ കണ്ടത് ബിൽഡ് ഇൻ മൊഡ്യൂൾസ് ആൻഡ് പാക്കേജസ് ആണ്. അത് നമ്മൾ പൈതൺ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് പൈതൺ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്ന മൊഡ്യൂൾസും പാക്കേജസും. തേർഡ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ആയിട്ടുള്ള മൊഡ്യൂൾസും പാക്കേജസും. അതായത് മറ്റാരോ ടൈപ്പ് ചെയ്ത് വെച്ച കോഡ് ഒരു പാക്കേജ് ആക്കി വെച്ചിട്ടുണ്ട്. ആ പാക്കേജ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മൊഡ്യൂൾസും പാക്കേജിനെ കുറിച്ച് വ്യക്തമായി തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുമാണ്. സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് നോർമലാണ്. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ഞാൻ ചെയ്യുന്നതിനൊപ്പം തന്നെ അത് കൂടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗമായി തന്നെ നമ്മുടെ ചാനൽ നമ്മൾ ഡെയിലി ക്വിസസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളത് കയറി മാക്സിമം അറ്റൻഡ് ചെയ്യേണ്ടി നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ലൈക്ക് ചെയ്യുക. പൈതൺ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.